അബദ്ധത്തിൽ ഇന്ത്യ പാക് അതിർത്തി മുറിച്ചു കടന്ന സൈനികനെ പാക് സേന പിടികൂടി. ചന്തു ബാബുലാൽ ചൗഹാനെയാണ് പിടികൂടിയത്. വിശദാംശങ്ങളുമായി മനു ശങ്കരൻ ദില്ലിയിൽ നിന്നും ചേരുന്നു. മനു, ഇക്കാര്യം പാക് സൈന്യം സ്ഥിരീകരിച്ചുവോ? ഇന്ത്യ ഏത് രീതിയിലാണ് ഇടപെടൽ നടത്തുന്നത്? ഇന്ത്യ എന്തായാലും ഈ സൈനികനെ വിട്ടു നൽകണമെന്ന ആവശ്യം പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ചന്തു ബാബുലാൽ ചൗഹാൻ എന്ന നിലവിൽ 37 രാഷ്ട്രീയ റൈഫിൾസ് ജവാൻ കൂടിയ ഇദ്ദേഹം അബദ്ധത്തിൽ നിയന്ത്രണ രേഖ മുറിച്ചു കടക്കുകയായിരുന്നു. ഈ നിയന്ത്രണ രേഖ മുറിച്ചു കടന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പാകിസ്ഥാൻ ഇദ്ദേഹത്തെ ഇന്നലെ പിടികൂടിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ നിയന്ത്രണ രേഖയും മറ്റും മുറിച്ചു കടക്കുകയാണെങ്കിൽ ഈ സാധാരണ ആളുകളും അതോടൊപ്പം നിലവിൽ സൈനികരോ ഇത്തരത്തിലൊരു നിയന്ത്രണ രേഖ മുറിച്ചു കടന്നാൽ അവരെ വിട്ടു നൽകുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. എന്നാൽ പാകിസ്ഥാൻ ഈ നിലവിൽ ഈ സൈനികനെ വിട്ടു നൽകാൻ തയ്യാറായിട്ടില്ല. ഈ പാകിസ്ഥാനിലെ ചില ദേശീയ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജവാന്റെ മൃതദേഹം വാങ്ങാൻ ഇന്ത്യൻ ഭരണാധികാരികൾ തയ്യാറായിക്കൊള്ളൂ എന്ന് മറ്റും നിലവിലെ സൈനിക മേധാവികൾ പറഞ്ഞതായും മറ്റുമാണ് ഈ ഡോൺ അടക്കമുള്ള പാക് ദേശീയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും മറ്റും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ ഈ സൈനികനെ വിട്ടു നൽകണമെന്ന ആവശ്യം ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ പാക് DGMOയോട് ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ഇന്ന് ഈ ആവശ്യം ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെടും. ഇതിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിലും ഈ ഒരു ആവശ്യം പാകിസ്ഥാന് മുമ്പാകെ ഉന്നയിക്കുമെന്നാണ് അറിയുന്നത്. നിലവിൽ കർശന സുരക്ഷയാണ് ഗുജറാത്ത് മുതൽ ജമ്മു വരെയുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിർത്തി മേഖലകളിൽ 5-ൽ കൂടുതൽ ആളുകളും മറ്റും കൂട്ടം കൂടി നിൽക്കാനോ മറ്റു കാര്യങ്ങൾക്കും നിരോധനമുണ്ട്. നിലവിൽ ഈ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ മിന്നലാക്രമണം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഭീകരർ നുഴഞ്ഞു കയറിയ ഒരു ആക്രമണ സാധ്യത ഉണ്ട് എന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പഞ്ചാബിന്റെ 10 കിലോമീറ്റർ അതിർത്തിയിൽ ഗ്രാമപ്രദേശത്തെ ആളുകളെ മുഴുവനായി ഒഴിപ്പിച്ചിരുന്നു. ഇതുകൂടാതെ സ്കൂളുകൾക്ക് വരും ദിവസങ്ങളിൽ അവധിയും പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹെലികോപ്റ്റർ മുഖാന്തരം കൂടി തിരച്ചിൽ ശക്തമാക്കിയിരിക്കുന്നത്. കാശ്മീർ മുതൽ രാജ്യത്തെ സുപ്രധാന നഗരങ്ങളിലെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രജീഷ്, ഇന്നിപ്പോൾ പാകിസ്ഥാൻ അവിടെ യോഗം ചേരുന്നു. ഏത് രീതിയിലുള്ള നിലപാടാണ് അവിടെ നൽകാൻ അവർ തീരുമാനിക്കുന്നത്? നയതന്ത്ര തലത്തിലുള്ള ഇടപെടൽ ഒപ്പം തന്നെ ഇന്ത്യ ഏതർത്ഥത്തിൽ ശക്തമാക്കും? ഇന്ന് ഉന്നതതല യോഗങ്ങളാണ് പാകിസ്ഥാനിലും അതോടൊപ്പം ദില്ലിയിലും പുരോഗമിക്കുന്നത്. പാകിസ്ഥാൻ നിലവിൽ വിലയിരുത്തിയിരിക്കുന്നത് ഇന്ത്യ യുദ്ധങ്ങൾക്കും മറ്റും തയ്യാറായി വാഹനങ്ങളിലെല്ലാം ഇന്ധനം വരെ നിറച്ചു കഴിഞ്ഞു എന്നും മറ്റുമാണ് പാകിസ്ഥാനിലെ ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ എന്ത് നീക്കം പാകിസ്ഥാൻ ഇനി തീരുമാനിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്. പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗമാണ് ഇന്ന് പാകിസ്ഥാനിൽ നടക്കുക. ഇതിനുശേഷം ഈ നിലവിലെ നീക്കങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത, തുടർ നീക്കങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം പാകിസ്ഥാൻ കൈക്കൊള്ളും. ഇത് വളരെ നിർണായകമായ തീരുമാനമായിരിക്കും. അതോടൊപ്പം ദില്ലിയിലും ഇന്ന് ഉന്നതതല യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഈ സ്ഥിതിഗതികൾ വിലയിരുത്തി സൈനിക മേധാവികളുമായി പ്രധാനമന്ത്രി ഇന്നും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് അറിയുന്നത്. അടിയന്തരമായ ഒരു കൂടിക്കാഴ്ചയാണ് വിളിപ്പിച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത്. ഔദ്യോഗികമായി ഇത് അറിയിച്ചിട്ടില്ലെങ്കിലും ഇത്തരത്തിൽ കൂടിക്കാഴ്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുന്നു എന്ന് അറിയുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ വരും മണിക്കൂറുകളും വളരെ നിർണായകമായിരിക്കും. പ്രജീഷ്, മനു ശങ്കരൻ ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകി.